നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഫാറ്റി ലിവർ വന്ന ആളുകൾക്ക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും തന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ ആയിരിക്കണം ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അത് ഗ്രേഡ് 1 and 2, 3 ആയിട്ടൊക്കെ നിൽക്കും. 1 and 2 ഒക്കെ ആകുന്ന സമയത്ത് നമുക്കത് വെറും ഡയറ്റിലൂടെ തന്നെ ശരിക്കും ചേഞ്ചായി ഒരുപാട് ആളുകളുണ്ട് ചേഞ്ചായി വരുന്നിട്ടുള്ള. അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ വീണ്ടും ഭക്ഷണം ഓവർ കഴിക്കുന്നു, മദ്യം കുടിക്കുന്നു, അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അത് ഗ്രേഡ് 3 മാറുന്നത്. അപ്പോൾ 1 and 2 എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ചില ആളുകളുണ്ട്, ഒരു 60+ ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1 കാണിക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ അത് അടുത്ത സ്റ്റേജിലോട്ട് പോകരുത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്രേഡ് 1 നിൽക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ അത്രയും വർഷമായിട്ടുള്ള നമ്മുടെ ബോഡിയിൽ എന്താണെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഒരു 60 years ആ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഒരു ഗ്രേഡ് 1 ഫാറ്റി ലിവറൊക്കെ ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമുള്ളൊരു കാര്യമല്ല. എന്നിരുന്നാലും നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക, ഭക്ഷണത്തിലൊക്കെ തന്നെ ഒരു കൺട്രോൾ കൊടുക്കുക എപ്പോഴും. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഒരു ഗ്രേഡ് 2 എത്തിക്കഴിഞ്ഞാലോ അത് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം അതൊരു സെക്കൻഡ് സ്റ്റേജിലോട്ട് മാറി. സെക്കൻഡ് സ്റ്റേജിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും ഒരു വളരെയധികം വേണ്ടൊരു കാര്യം, ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ എക്സസൈസ് ചെയ്യുന്നില്ല കൂടുതലായിട്ട്, പക്ഷേ എന്തെങ്കിലും ടിപ്പൊക്കെ ഉണ്ടോയെന്ന് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഇപ്പോൾ ഞാനിത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നല്ലൊരു ഡയറ്റ് എടുത്ത് എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നല്ലൊരു ഡയറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിന് ചുറ്റും കൊഴുപ്പടിഞ്ഞുകൂടുക, ലിവറിന് ചുറ്റും. ഇപ്പോൾ ശരീരത്തിലുള്ള ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുമ്പം ലിവർ എന്താവും, കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ കുറഞ്ഞു വരിക. അപ്പോൾ ലിവറിന് ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങൾ ബോഡിയിലുണ്ട്, അതെല്ലാം തന്നെ ഒന്ന് ഡിമ്മായി കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഫാറ്റ് കുറയ്ക്കുക. നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, അപ്പോൾ ഫാറ്റ് ബേൺ ഔട്ട് ആവും. അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്താവും, നോർമൽ കഴിക്കുന്ന കലോറി അല്ല നിങ്ങൾ കഴിക്കുന്നത്, ആ കലോറിനേക്കാളും കുറഞ്ഞ കലോറി ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തായിരിക്കും, ഫാറ്റ് തന്നെ അങ്ങ് യൂസ് ആവും. നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി കൊടുക്കുന്നത് ഫാറ്റിൽ നിന്നാവും. അപ്പോൾ ഈ ഫാറ്റ് ലിവറൊക്കെ എന്ത് ചെയ്യും, പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വരും. അതുപോലെ തന്നെയാണ് ഈ സെൻട്രൽ ഒബിസിറ്റി, വയറിന് ചുറ്റുമുള്ള തടിയൊക്കെ. ആ ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ വയറിൻ്റെ ഭാഗത്തുള്ള വെയിറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു കാര്യമായിരിക്കും. ഡയറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റിൽ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കണം. കാരണം ഫാറ്റ് കൂട്ടുന്നൊരു കാര്യമാണ്. അതിൽ തന്നെ സിന്തറ്റിക് സ്റ്റാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷുഗർ ഉണ്ട്, ഈ ആർട്ടിഫിഷ്യൽ സ്റ്റാർച്ച് എന്നൊക്കെ പറയും. അത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പാക്കറ്റ് ഫുഡുകളിലാണ്. നിങ്ങൾ ഒരു പാക്കറ്റ് ഫുഡ് വാങ്ങുന്ന സമയത്ത് ഈ സിന്തറ്റിക് സ്റ്റാർച്ച് എന്ന് പറഞ്ഞ വേർഡ് കാണുന്നുണ്ടോ നോക്കുക. അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഷുഗറിനേക്കാളും അല്ലെങ്കിൽ ഫ്രൂട്ടിൽ നിന്ന് കിട്ടുന്ന ഷുഗറിനേക്കാളൊക്കെ ഡേഞ്ചറസ് ആണ് ഈ പറയുന്ന സ്റ്റാർച്ച്. ഇതൊരു ഷുഗറാണ്. അപ്പോൾ ഈ ഒരു ഷുഗർ ഭയങ്കര അധികം ഡേഞ്ചറസ് ആണ്. പാക്കറ്റ് ഫുഡുകൾ, റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ നല്ല രീതിയിൽ ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ഒക്കെ ഐറ്റംസ് നിങ്ങൾ പാക്കറ്റ്സിലായിട്ടൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വായിക്കാൻ പറ്റും, അതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്തരം ഐറ്റംസുകൾ മാക്സിമം നിങ്ങൾ കഴിക്കാതിരിക്കുക. അത് ഈ പറഞ്ഞ ഷുഗറും ഫാറ്റി ലിവറും കൊളസ്ട്രോളും ഒന്നല്ല ഉണ്ടാക്കുന്നത്, അതിലും വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരെ അത് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വാങ്ങിക്കൊടുക്കുക. കുട്ടികളൊന്ന് കരയുമ്പോഴേക്ക് തന്നെ നിങ്ങളെല്ലാവരും തന്നെ പെട്ടെന്ന് ആ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പാക്കറ്റ് ഫുഡ് വാങ്ങിക്കൊടുക്കുന്ന സ്വഭാവമുണ്ട്. അതൊക്കെ ഒഴിവാക്കണം. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഷുഗറിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് അരിയാഹാരത്തിൻ്റെ അളവിൽ നല്ലൊരു ക്വാണ്ടിറ്റി കുറയ്ക്കണം നിങ്ങൾ. ഫാറ്റി ലിവറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ 2 കാര്യങ്ങളും. റെഡ് മീറ്റും ശ്രദ്ധിക്കണം, ബീഫ് മട്ടണൊന്നും കഴിക്കരുത്, അത് നമ്മുടെ ഫാറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും ബോഡിയിൽ. ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, മുട്ട അതുപോലെ തന്നെ മീൻ ഇതൊക്കെ കഴിക്കാം. പിന്നെ എല്ലാ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ കഴിക്കുക. ഫ്രൂട്ട്സിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അധികം മധുരം, നല്ല നിൽക്കേണ്ട നിങ്ങൾ ഫ്രൂട്ട്സ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നല്ല പഴുത്ത ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴെങ്കിലേ വാങ്ങുള്ളൂ, ഈ വാങ്ങുന്ന സമയത്ത് ഫ്രൂട്ട്സ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഫ്രൂട്ട്സ് എല്ലാ ദിവസവും കഴിക്കുക, അത് ചെറിയ അളവിൽ കഴിക്കുക. അല്ലാണ്ട് ഒരു ദിവസം വാങ്ങിയിട്ട് 1, 2, 3 ദിവസം കുറേ കഴിക്കുന്നതല്ല നല്ല ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാം,
കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഫാറ്റി ലിവർ പറയുന്നത് ഈ ഫുഡ് മാത്രം കഴിച്ചിട്ടല്ല വരുന്നത്, മദ്യപാനം വലിയൊരു കാരണക്കാരനാണ്. അത് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മദ്യം കുടിച്ച് ഫാറ്റി ലിവർ വന്നിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഫുഡ് കഴിച്ചിട്ടാണ് അത് വന്നത്, അപ്പോൾ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക. പക്ഷേ മദ്യം കുടിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ആൽക്കഹോൾ കംപ്ലീറ്റ് ഒഴിവാക്കുക. ഫുഡ് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് മാത്രം കഴിക്കുക. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇപ്പം നമ്മുടെ ബോഡിക്ക് വേണ്ട പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കണം. അപ്പോൾ പച്ചക്കറികളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രൊക്കോളി ഒക്കെ നന്നായിട്ട് കഴിക്കുക. അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. ക്യാപ്സിക്കം വാങ്ങിയിട്ട് കഴിക്കുക. വെളുത്തുള്ളി ചതച്ചിട്ട് കഴിക്കുക. അതൊക്കെ ഫാറ്റി ലിവർ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഗ്രീൻ ടീ നല്ലൊരു കാര്യമാണ്. കട്ടൻ കാപ്പി നല്ലതാണ്. ലെമൺ വാട്ടർ നല്ലതാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ലിവറിന് ചുറ്റുള്ള കൊഴുപ്പ് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഫാറ്റി ലിവർ നമ്മൾ വിചാരിച്ചതിന് മുകളിലായിട്ട് മാറും. മെഡിസിനിൽ ഒതുങ്ങിയില്ല, പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് അത് ലീഡ് ചെയ്യും. അപ്പം അത് ശ്രദ്ധിക്കുക. സിറോസിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ലിവർ ക്യാൻസർ കേട്ടിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും വരാതിരിക്കുക. അപ്പം നിങ്ങളുടെ വെയിറ്റ് നോക്കുക. സെൻട്രൽ ഒബിസിറ്റി, വയറിൻ്റെ ഭാഗത്തുള്ള വെയിറ്റ് കുറയന്നെ വേണം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു 45 മിനിറ്റെങ്കിലും വ്യായാമം നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കറുവപ്പട്ട ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക, തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുക. ഇരട്ടി മധുരം, ലിക്വറൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുടലിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്, ലിവറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ലിക്വറൈസ് അഥവാ ഇരട്ടി മധുരം പൊടി വാങ്ങിയിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് കുടിക്കാം. നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ആ വെള്ളം കുടിക്കാം. അതും നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, ലിവർ കോശങ്ങളെ അത് സംരക്ഷിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരു നല്ല ഡയറ്റ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.